ഹായ് ഓൾ, മറ്റൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഡിഗ്രി ലെവൽ പ്രിലിമിനറി എക്സാമിന് വേണ്ടിയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ സീരീസാണ് ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതിനു മുമ്പുള്ള ക്വസ്റ്റ്യൻ പേപ്പർ സീരീസ് നമ്മൾ പ്ലേലിസ്റ്റായിട്ട് ചാനലിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവർ കാണുക, കണ്ട് മനസ്സിലാക്കുക. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് കണ്ട് ക്വസ്റ്റ്യൻ്റെ ലെവൽ നമ്മൾ വിലയിരുത്തണം. പരീക്ഷയ്ക്ക് പോകാൻ അതുമായി ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട് അല്ലേ. അപ്പം നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. വൈക്കം സത്യാഗ്രഹത്തെക്കുറിച്ച് താഴെ പറയുന്ന വസ്തുതകളിൽ ഏതൊക്കെയാണ് ശരിയായിട്ടുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് EV രാമസ്വാമി നായ്ക്കർ അറസ്റ്റിലായി. അത് ശരിയാണ് അല്ലേ. വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് EV രാമസ്വാമി നായ്ക്കർ അറസ്റ്റിലായി. 1924 വെള്ളപ്പൊക്ക സമയത്തും വൈക്കം സത്യാഗ്രഹം തുടർന്നു. ശരിയാണ്. നിയമസഭ 1925 ഫെബ്രുവരി 7 വോട്ട് ചെയ്ത് 22 പേരെ പിന്തുണച്ചു, 21 പേരെ നിരസിച്ചു. ഇത് തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ്. അപ്പം വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് 1ഉം 2ഉമാണ് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ. അപ്പം നമ്മുടെ ഉത്തരം എന്താണ്? ഓപ്ഷൻ ബി ആണ് നമ്മുടെ ഉത്തരം. അപ്പോൾ വൈക്കം സത്യാഗ്രഹത്തെക്കുറിച്ച് നമുക്കൊന്ന് പഠിക്കാം. അപ്പോൾ വൈക്കം സത്യാഗ്രഹം ഏത് കാലയളവിലാണ്? 1924-25 കാലയളവിലാണ് വൈക്കം സത്യാഗ്രഹം നടന്നത്. 20-ാം നൂറ്റാണ്ടിൽ കേരളത്തിൽ നടന്ന സമരങ്ങളിൽ ഏറ്റവും അധികം അഖിലേന്ത്യാ ശ്രദ്ധ നേടിയ സമരമായിരുന്നു വൈക്കം സത്യാഗ്രഹം. ായിട്ട് ഇന്ത്യയിൽ നടന്ന ആദ്യത്തെ സത്യാഗ്രഹം. അപ്പോൾ എന്തിനെതിരെയായിരുന്നു വൈക്കം സത്യാഗ്രഹം? അയിത്തത്തിനെതിരെയായിരുന്നു വൈക്കം സത്യാഗ്രഹം. ഇന്ത്യയിൽ ഫസ്റ്റ് നടന്നതാണ് എന്ത്? വൈക്കം സത്യാഗ്രഹം. വൈക്കം മഹാദേവ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? അത് കോട്ടയം ജില്ലയാണ് കേട്ടോ. വൈക്കം ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കോട്ടയം ജില്ലയിലാണ്. വൈക്കം സത്യാഗ്രഹത്തിൻ്റെ പ്രധാന ലക്ഷ്യം എന്തൊക്കെയായിരുന്നു? വൈക്കം മഹാദേവ ക്ഷേത്രത്തിന് സമീപത്തുള്ള റോഡുകളിലൂടെ അവർണ ഹിന്ദുക്കൾക്ക് സഞ്ചാര സ്വാതന്ത്ര്യം എന്തായിരുന്നു? അവർണ ഹിന്ദുക്കളുടെ സഞ്ചാര സ്വാതന്ത്ര്യമായിരുന്നു വൈക്കം സത്യാഗ്രഹത്തിൻ്റെ പ്രധാന ലക്ഷ്യം. ഇനി വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയ അല്ലെങ്കിൽ വൈക്കം സത്യാഗ്രഹം സംഘടിപ്പിക്കാനായിട്ട് നമ്മുടെ ഈ വൈക്കം സത്യാഗ്രഹം സംഘടിപ്പിക്കാൻ മുൻകൈയെടുത്ത നേതാവാണ് TK മാധവൻ. വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയ നേതാവാണ് TK മാധവൻ. മുൻകൈയെടുത്തത് ആരാണ്? TK മാധവൻ. ഇനി ഐത്തോച്ചാരണ പരിപാടികൾ ആസൂത്രണം ചെയ്യാൻ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി 1924 ജനുവരി 24 എറണാകുളത്തൊരു യോഗം ചേരുന്നു. ഐത്തത്തിനെതിരെ പ്രചാരണത്തിനുണ്ടാക്കിയ കോൺഗ്രസ് കമ്മിറ്റി ആയിരുന്നു കോൺഗ്രസ് ഡെപ്യൂട്ടേഷൻ എന്ന് അറിയപ്പെടുന്നത്. അതുപോലെ തന്നെ ഈ കോൺഗ്രസ് ഡെപ്യൂട്ടേഷനിലെ പ്രധാന നേതാക്കളായിരുന്നു KP കേശവമേനോനും AK പിള്ളയും K കേളപ്പനും കുരൂർ നീലകണ്ഠൻ നമ്പൂതിരിപ്പാടും. വൈക്കം സത്യാഗ്രഹം ആരംഭിച്ചത് എന്നാണ്? 1924 മാർച്ച് 30 വൈക്കം സത്യാഗ്രഹം ആരംഭിക്കുന്നത്. വൈക്കം സത്യാഗ്രഹം ആരംഭിക്കുമ്പോൾ തിരുവിതാംകൂറിലെ രാജാവ് ആരായിരുന്നു? അത് ശ്രീമൂലം തിരുനാൾ. വൈക്കം സത്യാഗ്രഹം ആരംഭിക്കുമ്പോൾ തിരുവിതാംകൂർ രാജാവായിരുന്നു ശ്രീമൂലം തിരുനാൾ. ഓർമ്മയിലിരിക്കണം കേട്ടോ. വൈക്കം സത്യാഗ്രഹം ആരംഭിക്കുമ്പോൾ ശ്രീമൂലം തിരുനാളാണെങ്കിൽ വൈക്കം സത്യാഗ്രഹം അവസാനിക്കുമ്പോൾ തിരുവിതാംകൂർ രാജാവ് ആരായിരുന്നു? അത് റാണി സേതുലക്ഷ്മിഭായി ആയിരുന്നു. ആരാണ്? റാണി സേതുലക്ഷ്മിഭായി ആയിരുന്നു വൈക്കം സത്യാഗ്രഹം അവസാനിക്കുമ്പോൾ തിരുവിതാംകൂർ ഭരണാധികാരി. അന്യദേശക്കാർ നമ്മോട് നീതി കാണിക്കുന്നതിൽ പ്രതിഷേധിക്കുന്ന നാം നമ്മുടെ നാട്ടുകാരുടെ നീതി കാണിക്കാൻ എന്തുകൊണ്ടാണ് ഒരുങ്ങാത്തത് എന്ന് വൈക്കം സത്യാഗ്രഹത്തിന് മുന്നോടിയായി നടത്തിയ പ്രസംഗത്തിൽ KP കേശവമേനോനാണ് ഇങ്ങനെ അഭിപ്രായപ്പെടുന്നത്. വൈക്കം സത്യാഗ്രഹത്തിൻ്റെ ആദ്യ ദിവസത്തെ സത്യാഗ്രഹികളായിരുന്നു ഗോവിന്ദ പണിക്കർ, ബാഹുലേയൻ, കുഞ്ഞാപ്പി. ഇമ്പോർട്ടൻ്റ് ആണ്. ഗോവിന്ദ പണിക്കർ, അതായത് നായർ സമുദായ അംഗമായ ഗോവിന്ദ പണിക്കർ, ഈഴവ സമുദായ അംഗമായ ബാഹുലേയൻ,
പുലയ സമുദായ അംഗമായ കുഞ്ഞാപ്പി എന്നിവരായിരുന്നു ആദ്യ ദിവസത്തെ സത്യാഗ്രഹികൾ. ഓരോ ദിവസവും സവർണരും അവർണരുമായ 3 പേർ അവർണർക്ക് പ്രവേശനമില്ല എന്നെഴുതിയ ബോർഡിൻ്റെ പരിധി ലംഘിച്ച് ക്ഷേത്രത്തിലേക്ക് പോവുക എന്നതായിരുന്നു ഈ സത്യാഗ്രഹത്തിൻ്റെ ഒരു സമരമുറ. വൈക്കം സത്യാഗ്രഹ ചെലവിലേക്ക് 1000 രൂപ സംഭാവന ചെയ്ത അല്ലെങ്കിൽ സംഭാവന നൽകിയ നവോത്ഥാന നായകനായിരുന്നു ശ്രീനാരായണ ഗുരു. ഗാന്ധിജിയുടെ ഉപദേശപ്രകാരം സത്യാഗ്രഹ സമരം ഏപ്രിൽ 5, 6 തീയതികളിൽ താൽക്കാലികമായി നിർത്തിവെക്കുന്നു. സവർണ ഹിന്ദുക്കളുമായി നടത്തിയ സന്ധി സംഭാഷണം പരാജയപ്പെട്ടതിനെ തുടർന്ന് വീണ്ടും വൈക്കം സത്യാഗ്രഹം പുനരാരംഭിക്കുന്നത് 1924 ഏപ്രിൽ 7-നാണ്. ഓക്കെ, ഇനി തമിഴ്നാട്ടിൽ നിന്നും ഒരു സംഘം സന്നദ്ധ ഭടന്മാർക്കൊപ്പം എത്തി വൈക്കം സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത അറസ്റ്റ് വരിച്ച നേതാവാണ് നമ്മുടെ ക്വസ്റ്റ്യനിൽ വന്ന EV രാമസ്വാമി നായ്ക്കർ. EV രാമസ്വാമി നായ്ക്കർ എവിടെ നിന്ന് വന്നു? തമിഴ്നാട്ടിൽ നിന്ന് വന്നു. ഒരു സംഘം സന്നദ്ധ ഭടന്മാരോടൊപ്പം വന്ന് അദ്ദേഹം ഇവിടെ വന്ന് അറസ്റ്റ് വരിക്കുന്നു. വൈക്കം സത്യാഗ്രഹത്തിൽ പങ്കെടുക്കുകയും ആവേശോജ്വലമായ പിന്തുണ നൽകുകയും ചെയ്തതിനാൽ EV രാമസ്വാമിക്കരെ എന്തു വിളിക്കുന്നു? വൈക്കം വീരർ അല്ലെങ്കിൽ വൈക്കം ഹീറോ എന്നൊക്കെ വിളിക്കുന്നതാണ് ആര്? EV രാമസ്വാമി നായ്ക്കർ. വൈക്കത്തെത്തി സത്യാഗ്രഹ ആശ്രമത്തിൽ സൗജന്യ ഭക്ഷണശാല തുറന്ന മറുനാടൻ സന്നദ്ധ ഭടന്മാരായിരുന്നു. പഞ്ചാബിൽ നിന്നും അകാലികൾ വന്നു. പഞ്ചാബിൽ നിന്ന് വന്നവരാരാണ്? അകാലികൾ. പഞ്ചാബിൽ നിന്ന് അകാലികൾ വരുന്നു. എന്തിന്? വൈക്കം സത്യാഗ്രഹത്തിന് പിന്തുണയുമായിട്ട്. അകാലികളുടെ നേതാവായിരുന്നു ലാൽ സിംഗ്. ആരായിരുന്നു അകാലികളുടെ നേതൃത്വം കൊടുത്തത്? ലാൽ സിംഗ് ആയിരുന്നു അമൃതസറിൽ നിന്നും എത്തിയ അകാലികളുടെ സംഘത്തെ നയിച്ചിരുന്നത്. ഇനി 1924 സെപ്റ്റംബർ വൈക്കം സത്യാഗ്രഹാശ്രമം സന്ദർശിച്ച നവോത്ഥാന നായകനായിരുന്നു ശ്രീനാരായണ ഗുരു. 1924 സെപ്റ്റംബറിൽ ആര് സന്ദർശിക്കുന്നു? ശ്രീനാരായണ ഗുരു വൈക്കം സത്യാഗ്രഹം സന്ദർശിക്കുന്നു. വൈക്കം സത്യാഗ്രഹത്തോട് അനുഭാവം പ്രകടിപ്പിച്ചുകൊണ്ട് ആരാണ് സവർണജാഥ നയിച്ചത്? മന്നത്തു പത്മനാഭൻ. വൈക്കം സത്യാഗ്രഹം അത് ചോദിക്കാറുണ്ട്. സവർണജാഥ ഏത് പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ അത് വൈക്കം സത്യാഗ്രഹമാണ്. ആരാണിത് നയിച്ചത്? മന്നത്ത് പത്മനാഭനാണ് വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് സവർണജാഥ നയിച്ചത്. വൈക്കം സത്യാഗ്രഹത്തിൻ്റെ ഭാഗമായി എത്ര ജാഥകളുണ്ടെന്ന് ചോദിച്ചാൽ 2 ജാഥകളാണ് കേട്ടോ ഉള്ളത്. ആരുടെ നിർദ്ദേശപ്രകാരമായിരുന്നു മന്നത്തു പത്മനാഭൻ ഈ ജാഥ നയിച്ചത്? ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരമായിരുന്നു. ഇതെന്നാണ് വൈക്കം സവർണ ജാഥ എന്ന് ചോദിച്ചാൽ 1924 നവംബർ 1 സവർണജാഥ വൈക്കത്തു നിന്നും തിരുവനന്തപുരത്തേക്ക് പോവുകയും മഹാറാണിക്ക് ഒരു നിവേദനം, ഒരു ഭീമ ഹർജി കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഈ ഹർജി തയ്യാറാക്കിയത് ആരാണ്? അത് ചങ്ങനാശ്ശേരി പരമേശ്വര പിള്ളയാണ് ഹർജി തയ്യാറാക്കുന്നത്. ഇതിൽ എത്ര അംഗങ്ങൾ ഒപ്പിട്ടു എന്ന് ചോദിച്ചാൽ 25,000 പേര് ഒപ്പിട്ട ഒരു ഭീമ ഹർജിയാണ് സവർണജാഥയോടനുബന്ധിച്ച് നടന്ന് റാണിയെ ഏൽപ്പിക്കുന്നത്? മന്നത്ത് പത്മനാഭൻ. മഹാറാണിക്ക് ഇത് സമർപ്പിച്ചത് എന്നാന്ന് ചോദിച്ചാൽ 1924 നവംബർ 13. 1924 നവംബർ 13. 603 ദിവസമാണ് വൈക്കം സത്യാഗ്രഹം നീണ്ടുനിന്നത്. എത്ര ദിവസമാണ്? 603 ദിവസമാണ് വൈക്കം സത്യാഗ്രഹം നീണ്ടുനിന്നത്. ഇനി ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരം വൈക്കം സത്യാഗ്രഹത്തിന് നിരീക്ഷകനായി എത്തിയത് ആചാര്യ വിനോബ ഭാവെയാണ്. ഓക്കെ, ഇനി 1923 കാക്കിനഡ കോൺഗ്രസ് സമ്മേളനത്തിൽ കേരളത്തിലെ ഐത്താചാരത്തിൻ്റെ ദുരിതങ്ങളെപ്പറ്റി നിവേദനം നൽകിയ നേതാവ് ആരാണെന്ന് ചോദിച്ചിട്ടുണ്ട്. അത് TK മാധവനായിരുന്നു കേട്ടോ. നമ്മൾ പറഞ്ഞു TK മാധവനാണ് ഇതിനെ സംഘടിപ്പിച്ചത്. അപ്പോൾ TK മാധവൻ ഈ ഐത്തത്തിനെതിരെയുള്ള പ്രമേയം അവതരിപ്പിച്ചതിന് ശേഷമാണ് വൈക്കം സത്യാഗ്രഹത്തിലേക്ക് എത്തുന്നത്. ഇനി ഗാന്ധിജി വൈക്കം സന്ദർശിച്ച വർഷം ചോദിച്ചാൽ അത്
1925 കേട്ടോ ഗാന്ധിജി വൈക്കം ക്ഷേത്രം അല്ലെങ്കിൽ വൈക്കം സന്ദർശിക്കുന്നത്. അപ്പോൾ നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ പഠിച്ചു വൈക്കം സത്യാഗ്രഹവുമായിട്ട്. ഇതിൽ നിന്ന് നിങ്ങൾക്ക് നല്ല ഒരു റിസൾട്ട് മേടിക്കാൻ സാധിക്കും വൈക്കം സത്യാഗ്രഹവും റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിൽ നിന്നും കേട്ടോ. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ, പട്ടിക 1നെ പട്ടിക 2മായി ചേരുംപടി ചേർക്കുക. ചുവടെ നൽകിയിരിക്കുന്ന കോഡുകൾ ഉപയോഗിച്ച് ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക. പട്ടിക 1 അന്തരീക്ഷത്തിൻ്റെ പാളികൾ, പട്ടിക 2 സവിശേഷതകൾ. പട്ടിക 1 സ്ട്രാറ്റോസ്ഫിയർ, എക്സോസ്ഫിയർ, ട്രോപ്പോസ്ഫിയർ, അയണോസ്ഫിയർ. ഇനി ഇതിൻ്റെ ഇപ്പുറത്ത് തന്നിരിക്കുന്ന എന്താണ്? ഇതിൻ്റെ സവിശേഷതകളാണ് തന്നിരിക്കുന്നത്. അപ്പോൾ സ്ട്രാറ്റോസ്ഫിയർ എന്തുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? സ്ട്രാറ്റോസ്ഫിയർ മൊത്തം അന്തരീക്ഷ ഓസോണിൻ്റെ ഭൂരിഭാഗവും അടങ്ങിയിരിക്കുന്നത് എവിടെയാണ്? സ്ട്രാറ്റോസ്ഫിയറിലാണ് അല്ലേ? മൊത്തം അന്തരീക്ഷ ഓസോണിൻ്റെ ഭൂരിഭാഗവും അടങ്ങിയിരിക്കുന്നത്. ഇനി എക്സോസ്ഫിയർ ആണെങ്കിലോ, എക്സോസ്ഫിയറിലാണ് ഓക്സിജൻ, ഹൈഡ്രജൻ, ഹീലിയം എന്നിവയുടെ ആറ്റങ്ങൾ. ട്രോപ്പോസ്ഫിയർ ഉയരം കൂടുന്നതിനനുസരിച്ച് താപനില കുറയുന്നു. അയണോസ്ഫിയർ അറോറ ബെറിയാലിസ്, അറോറ ഓസ്ട്രാലിസ് എന്നിവ നിർമ്മിക്കപ്പെടുന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ് കേട്ടോ. ഓപ്ഷൻ ബി ആണ് നമ്മുടെ ഉത്തരം. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയുടെ ദേശീയ ജലപാത 3, NW3 ഇവയ്ക്കിടയിൽ വ്യാപിച്ചു കിടക്കുന്നു. ഇത് നമ്മൾ ഇതിന് മുമ്പത്തെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിലും സെയിം ക്വസ്റ്റ്യൻ തന്നെ കണ്ടു അല്ലേ? എന്താണ്? ഓപ്ഷൻ സി, കൊല്ലം കോട്ടപ്പുറം. അടുത്ത ക്വസ്റ്റ്യൻ, പട്ടിക 1നെ പട്ടിക 2മായി ചേരുംപടി ചേർക്കുക. ചുവടെ നൽകിയിരിക്കുന്ന കോഡുകൾ ഉപയോഗിച്ച് ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക. എന്താണ്? ജിയോസ് ആൻഡ് ഇൻസാറ്റ്, സ്പോട്ട്, ഉൽക്ക-3 ഉപഗ്രഹങ്ങൾ രാജ്യങ്ങളുമാണ് തന്നിരിക്കുന്നത്. ഇവിടെ നമ്മുടെ ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്. നമുക്കതൊന്ന് മാച്ച് ചെയ്യാം. ജിയോസ് എന്ന് പറയുന്നത് US-ൻ്റെ ഉപഗ്രഹമാണ്. ജിയോസ് എന്തിൻ്റെ ഉപഗ്രഹമാണ്? US-ൻ്റെ ഉപഗ്രഹമാണ്. അതുപോലെ തന്നെ ഇൻസാറ്റ് ഇന്ത്യ, നമുക്കറിയാം ഇൻസാറ്റ് ഇന്ത്യ. സ്പോട്ട് ഫ്രാൻസ്, ഉൽക്ക-3 റഷ്യയുടേതാണ്. അപ്പോൾ നമ്മുടെ ഉത്തരം ഓപ്ഷൻ ഡി. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്ന പ്രസ്താവനകൾ പരിഗണിച്ച് കോഡുകൾ ഉപയോഗിച്ച് ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക. താഴെ പറയുന്ന പ്രസ്താവനകൾ പരിഗണിച്ച് നൽകിയിരിക്കുന്ന കോഡുകൾ ഉപയോഗിച്ച് ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. 1, ബാബർ ട്രാക്ട് ഒരു കല്ലുകൊണ്ട് പതിച്ച മേഖലയാണ്. 2, ഭംഗർ പുതിയ അലൂവിയത്തെ പ്രതിനിധീകരിക്കുന്നു. 3, ഖദർ പഴയ അലൂവിയത്തെ പ്രതിനിധീകരിക്കുന്നു. 4, ടെറായി അമിതമായ നനവുള്ള ഒരു മേഖലയാണ്. ശരിയായ ഉത്തരമാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. എന്താണ് നോക്കിക്കേ? ബാബർ ട്രാക്ട് ഒരു കല്ലുകൊണ്ട് പതിച്ച മേഖലയാണ്, ശരിയാണ്. ഭംഗർ പുതിയ അലൂവിയത്തെ പ്രതിനിധീകരിക്കുന്നു, തെറ്റാണ്. ഖാദർ പഴയ അലുമിനിയത്തെ പ്രതിനിധീകരിക്കുന്നു, തെറ്റാണ്. അലൂവിയത്തെ. ടെറായി അമിതമായ നനവുള്ള ഒരു മേഖലയാണ്, ശരിയാണ്. അപ്പോൾ നമ്മുടെ ഉത്തരം ഓപ്ഷൻ സി ആണ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്ന ദേശീയ ഉദ്യാനങ്ങളിൽ ഏറ്റവും അധികം സിംഹവാലൻ കുരങ്ങുകൾ കാണപ്പെടുന്നത് എവിടെയാണ്? ഓപ്ഷൻ സി, സൈലൻറ്റ് വാലി. സൈലൻറ്റ് വാലി എവിടെയാണ്? പാലക്കാടാണ്. എന്താണ് സിംഹവാലൻ കുരങ്ങുകൾ കൂടുതലായി അവിടെ കാണാൻ കാരണം എന്ന് ചോദിച്ചാൽ വെടിപ്ലാവിൻ്റെ സാന്നിധ്യമാണ്. സൈലൻറ്റ് വാലിയെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ് നമ്മൾ ചെയ്ത് നമ്മുടെ ചാനലിലുണ്ട്. നിങ്ങളത് കാണുക, മനസ്സിലാക്കുക. ഓക്കെ, അടുത്ത ക്ലാസ്സിലേക്ക് പോകാം. ഇന്ത്യയുടെ 12ാം പഞ്ചവത്സര പദ്ധതിയുടെ പ്രധാന ആശയം താഴെ പറയുന്നവയിൽ ഏതാണ്? ഇന്ത്യയുടെ 12ാം പഞ്ചവത്സര പദ്ധതിയുടെ ശരിയായ ആശയം എന്താണ്? 12ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലയളവ് 2012-2017 ആണ്. വേഗതയേറിയതും കൂടുതൽ ഉൾക്കൊള്ളുന്നതും സുസ്ഥിരവുമായ വളർച്ച. വേഗതയേറിയതും കൂടുതൽ ഉൾക്കൊള്ളുന്നതും സുസ്ഥിരവുമായ വളർച്ചയാണ് അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, അത് ഡിലീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്, സോറി. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ, GSTക്ക് കീഴിലുള്ള ഇറക്കുമതി താഴെ പറയുന്ന നികുതികളിൽ ഏതാണ് ചുമത്താത്തത്? GSTക്ക് കീഴിലുള്ള ഇറക്കുമതിക്ക് താഴെ പറയുന്ന നികുതികളിൽ ഏതാണ് ചുമത്തുക എന്ന് ചോദിച്ചാൽ അത് IGST ആണ്. ഇൻ്റഗ്രേറ്റഡ് IGST ആണ് GSTക്ക് കീഴിലുള്ള ഇറക്കുമതിക്ക് നികുതികളിൽ ഉള്ളത്, IGST. അടുത്ത ക്വസ്റ്റ്യൻ,
ഫലപ്രദമായ റവന്യൂ കമ്മി ഏതിന് തുല്യമാണ്? ഫലപ്രദമായ റവന്യൂ കമ്മി ഏതിന് തുല്യമാണ് എന്ന് ചോദിച്ചാൽ ഓപ്ഷൻ എ ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത്. റവന്യൂ കമ്മി മൈനസ് മൂലധന ആസ്തികൾ സൃഷ്ടിക്കുന്നതിനുള്ള ഗ്രാൻഡ് ഇൻ എയ്ഡ്. റവന്യൂ കമ്മി മൈനസ് മൂലധന ആസ്തികൾ സൃഷ്ടിക്കുന്നതിനുള്ള ഗ്രാൻഡ് ഇൻ എയ്ഡ്. അടുത്ത ക്വസ്റ്റ്യൻ, 2024 സാമ്പത്തിക സർവേ ബദലാണ്. ദി ഇന്ത്യൻ എക്കോണമി എ റിവ്യൂ എന്ന തലക്കെട്ടിലുള്ള റിപ്പോർട്ട് എഴുതിയത് ആരാണ്? 2024 സാമ്പത്തിക സർവേയുടെ ബദലാണ് ദ ഇന്ത്യൻ എക്കോണമി എ റിവ്യൂ എന്ന തലക്കെട്ടിലുള്ള റിപ്പോർട്ട് എഴുതിയത് ആരാണ്? ഓപ്ഷൻ സി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത്. വി അനന്ത നാഗേശ്വർ. അടുത്ത ക്വസ്റ്റ്യൻ, സർവീസ് ഡെലിവറി മേഖലയിലെ പ്രതീക്ഷകളും മാനദണ്ഡങ്ങളും വ്യക്തമായി ക്രോഡീകരിക്കുന്ന പൗരന്മാരും സേവന വിതരണദാതാക്കളും തമ്മിലുള്ള പൊതുകരാർ, പൊതു ഉടമ്പടി തിരിച്ചറിയുക. അതായത് സർവീസ് ഡെലിവറി മേഖലയിലുള്ള പ്രതീക്ഷകളും മാനദണ്ഡങ്ങളും വ്യക്തമായി ക്രോഡീകരിക്കുന്ന പൗരന്മാരും സേവന വിതരണദാതാക്കളും തമ്മിലുള്ള പൊതുകരാർ, പൊതു ഉടമ്പടി ഏതാണെന്ന് തിരിച്ചറിയുക. ഇവിടെ ഓപ്ഷൻ ബി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത്. സിറ്റിസൺ ചാർട്ടർ. അടുത്ത ക്വസ്റ്റ്യൻ, NREGA സോഫ്റ്റുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് NREGA സോഫ്റ്റുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് എന്താണ്? ഓപ്ഷൻ ബി ആണ് NREGA എന്നുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ, ഭരണത്തിലെ ഹ്യൂമൻ റിലേഷൻ തിയറിയുടെ ജന്മസ്ഥലമായി കണക്കാക്കപ്പെടുന്നത് ഏത്? ഭരണത്തിലെ ഹ്യൂമൻ റിലേഷൻ തിയറിയുടെ ജന്മസ്ഥലമായി കണക്കാക്കപ്പെടുന്നത് ഏതാണെന്ന് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ ഡി ആണ് വെസ്റ്റേൺ ഇലക്ട്രിക്കൽ കമ്പനിയുടെ ഹാത്രോൺ പ്ലാന്റ്. അടുത്ത ക്വസ്റ്റ്യൻ, സാമൂഹികമായും വിദ്യാഭ്യാസപരമായും പിന്നോക്കം നിൽക്കുന്ന വിഭാഗങ്ങളെ അംഗീകരിക്കാൻ സംസ്ഥാനങ്ങൾക്ക് അധികാരം പുനഃസ്ഥാപിച്ച ഭരണഘടനാ ഭേദഗതി ഏതാണ്? ഭരണഘടനാ ഭേദഗതി ഓപ്ഷൻ സി 105 ഭേദഗതിയാണ്. സാമൂഹികമായും വിദ്യാഭ്യാസപരമായും പിന്നോക്കം നിൽക്കുന്ന വിഭാഗങ്ങളെ അംഗീകരിക്കാൻ സംസ്ഥാനങ്ങൾക്ക് അധികാരം പുനഃസ്ഥാപിച്ച ഭരണഘടനാ ഭേദഗതിയാണ് 105 ഭേദഗതി. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഭരണഘടനയുടെ ഔദ്യോഗിക കാലിഗ്രാഫർ ഓപ്ഷൻ എ ആണ് പ്രേം ബിഹാരി നരേൻ റൈസർ. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയിൽ ആദ്യമായി തദ്ദേശ സ്ഥാപനങ്ങളിൽ സ്ത്രീകൾക്ക് 50% സംവരണം നൽകിയ സംസ്ഥാനം. ഇന്ത്യയിൽ ആദ്യമായി തദ്ദേശ സ്ഥാപനങ്ങളിൽ സ്ത്രീകൾക്ക് 50% സംവരണം നൽകിയ സംസ്ഥാനമാണ് ചോദിച്ചത്. ഓപ്ഷൻ എ ആണ് ബീഹാർ. ആണ് ഉത്തരം. അടുത്ത ക്വസ്റ്റ്യൻ, SR ബൊമ്മ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ കേസുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്. ഓപ്ഷൻ എ ആർട്ടിക്കിൾ 356 ആണ്. SR ബൊമ്മ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ കേസുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് ആർട്ടിക്കിൾ 356. അടുത്ത ക്വസ്റ്റ്യൻ, കൂടിയാട്ടം ശാസ്ത്രീയമായി എഴുതിയ ആധികാരിക ഗ്രന്ഥം. കൂടിയാട്ടത്തെക്കുറിച്ച് ശാസ്ത്രീയമായി എഴുതിയ ആധികാരിക ഗ്രന്ഥം ഏതാണ്? കൂടിയാട്ടത്തെക്കുറിച്ച് ശാസ്ത്രീയമായി എഴുതിയ ഗ്രന്ഥം ഓപ്ഷൻ സി ആണ് നാട്യകൽപദ്രുമം. അടുത്ത ക്വസ്റ്റ്യൻ, യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള 2 കേരളീയ ദൃശ്യകലകൾ ഏതൊക്കെയാണ്? യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയ 2 കേരളീയ കലകളാണ്. ഓപ്ഷൻ ഡി കൂടിയാട്ടവും മുടിയേറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ, ഒളിമ്പിക്സിൻ്റെ ഉദ്ഘാടന ചടങ്ങിൽ ഏത് രാജ്യത്ത് നിന്നുള്ള ടീമാണ് എപ്പോഴും ആദ്യം മാർച്ച് ചെയ്യുന്നത്? ഒളിമ്പിക്സിൻ്റെ ഉദ്ഘാടന ചടങ്ങിൽ ഏത് രാജ്യത്ത് നിന്നുള്ള ടീമാണെന്ന് ചോദിച്ചാൽ ഓപ്ഷൻ എ ഗ്രീസ് ആണ്. കാരണം ഗ്രീസിലാണ് സ്റ്റാർട്ട് ചെയ്തത് അല്ലേ ആദ്യത്തെ ഒളിമ്പിക്സ്. അടുത്ത ക്വസ്റ്റ്യൻ, ഡേവിഡ് കപ്പ് എന്തിനുള്ളതാണ്? ഓപ്ഷൻ ബി ടെന്നീസിനാണ് ഡേവിഡ് കപ്പ് നൽകുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, നന്ദനാർ തൂലികാനാമം ആരുടെ തൂലികാനാമമാണ്? ഓപ്ഷൻ സി PC ഗോപാലൻ. മലയാളത്തിലെ ആദ്യത്തെ കളർ സിനിമയാണ്. ഓപ്ഷൻ ബി കണ്ടം വച്ച കോട്ട്. അടുത്ത ക്വസ്റ്റ്യൻ, ഓണം പരാമർശിക്കുന്ന ഒരു സംഘകാലഘട്ടത്തിലെ കൃതി. കേരള സാഹിത്യവും കേരള സംഘകാല സാഹിത്യം എന്നുള്ള ടോപ്പിക്ക് പഠിച്ചപ്പോൾ നമ്മൾ ഇതിനെപ്പറ്റി പഠിച്ചായിരുന്നു അല്ലേ. അപ്പോൾ ഓണത്തെക്കുറിച്ച് പരാമർശിക്കുന്ന ഒരു സംഘകാലഘട്ടത്തിലെ കൃതി ഏതാണ്? അത് ഓപ്ഷൻ സി ആണ് മധുരൈ കാഞ്ചി. മലയാളി മെമ്മോറിയലുമായി ബന്ധപ്പെട്ട എഴുത്തുകാരൻ. അടുത്ത ക്വസ്റ്റ്യൻ, മലയാളി മെമ്മോറിയലുമായി ബന്ധപ്പെട്ട എഴുത്തുകാരനാണ്. ഓപ്ഷൻ ഡി CV രാമൻപിള്ള.
അടുത്ത ക്വസ്റ്റ്യൻ, ഹമാസ് ഇസ്രയേൽ സംഘർഷത്തിനിടെ ഇസ്രയേലിലെ ദേശീയ നിലവാരം തിരിച്ചു കൊണ്ടുവരാൻ ഇന്ത്യ ആരംഭിച്ച രക്ഷാപ്രവർത്തനം. ഹമാസ് ഇസ്രയേൽ സംഘർഷത്തിനിടെ ഇസ്രയേൽ ദേശീയ നിലവാരം തിരിച്ചു കൊണ്ടുവരാൻ, അല്ലെങ്കിൽ ഇന്ത്യക്കാരെ ഇങ്ങ് കൊണ്ടുവരാനായിട്ടാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് കേട്ടോ. ഓപ്പറേഷൻ അജയ് ആണ്, ഓപ്പറേഷൻ അജയ്. കേരള കലാമണ്ഡലത്തിൻ്റെ പുതിയ വൈസ് ചാൻസലർ ഡോക്ടർ ബി അനന്തകൃഷ്ണൻ. അടുത്ത ക്വസ്റ്റ്യൻ, കമ്പ്യൂട്ടറിൽ ബൂട്ട് ആപ്പ് പ്രോഗ്രാം ഹോൾഡ് ചെയ്യാൻ ഉപയോഗിക്കുന്ന മെമ്മറി. കമ്പ്യൂട്ടറിൽ ബൂട്ട് ആപ്പ് പ്രോഗ്രാം ഹോൾഡ് ചെയ്യാൻ ഉപയോഗിക്കുന്ന മെമ്മറി ഓപ്ഷൻ എ ആണ് റീഡ് ഓൺലി മെമ്മറി, റോം. അടുത്ത ക്വസ്റ്റ്യൻ, ഒരു ഹൈ ലെവൽ ഭാഷാ പ്രോഗ്രാമിനെ മെഷീൻ ഭാഷയിലേക്ക് വരിവരിയായി പരിവർത്തനം ചെയ്യുന്ന സിസ്റ്റം സോഫ്റ്റ്വെയറിൻ്റെ പേര്. ഒരു ഹൈ ലെവൽ ഭാഷാ പ്രോഗ്രാമിനെ മെഷീൻ ഭാഷയിലേക്ക് വരിവരിയായി പരിവർത്തനം ചെയ്യുന്ന സിസ്റ്റം സോഫ്റ്റ്വെയറിൻ്റെ പേര് ഓപ്ഷൻ സി ആണ് ഇൻ്റർപ്രെറ്റർ. അടുത്ത ക്വസ്റ്റ്യൻ, നാഷണൽ സൈബർ ക്രൈം റിപ്പോർട്ടിംഗ് പോർട്ടലിൽ സൈബർ കുറ്റകൃത്യം റിപ്പോർട്ട് ചെയ്യുന്നതിനുള്ള 4 അക്ക ഹെൽപ്പ് ലൈൻ നമ്പർ. സൈബർ കുറ്റകൃത്യം റിപ്പോർട്ട് ചെയ്യുന്നതിനുള്ള 4 അക്ക നമ്പർ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ ബി ആണ് 1930. അടുത്ത ക്വസ്റ്റ്യൻ, ICANN എന്താണ് സൂചിപ്പിക്കുന്നത്? ICANN എന്താണ് സൂചിപ്പിക്കുന്നത്? ഓപ്ഷൻ ഡി ആണ് ഇൻ്റർനെറ്റ് കോർപ്പറേഷൻ ഫോർ അസൈൻഡ് നെയിംസ് ആൻഡ് നമ്പേഴ്സ്. ഇൻ്റർനെറ്റ് കോർപ്പറേഷൻ ഫോർ അസൈൻഡ് നെയിംസ് ആൻഡ് നമ്പേഴ്സ്. അടുത്ത ക്വസ്റ്റ്യൻ, ജനപ്രിയ ഓൺലൈൻ ചാറ്റ് പ്ലാറ്റ്ഫോമുകളിലൊന്നായ ഒമേഗലിൻ്റെ പ്രവർത്തനം 2003 നവംബർ 8 അടച്ചുപൂട്ടി. ഒമേഗലിൻ്റെ സ്ഥാപകൻ ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ ഡി ആണ് ലീഫ് കെ ബ്രൂക്സ്. ഓപ്ഷൻ ഡി ലീഫ് കെ ബ്രൂക്സ്. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്ന ഇന്ത്യൻ ശാസ്ത്രജ്ഞരിൽ ആർക്കാണ് ഭാരതരത്നം ലഭിച്ചത്? ഭാരതരത്നം ലഭിച്ച ഇന്ത്യൻ ശാസ്ത്രജ്ഞൻ ആരാണ്? ആർക്കൊക്കെയാണ് ഭാരതരത്നം ലഭിച്ചിട്ടുള്ളതെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ആർക്കാണ്? APJ അബ്ദുൽ കലാമിന് മാത്രമേ ഇവിടെ ഭാരതരത്നം ലഭിച്ചിട്ടുള്ളൂ. അപ്പോൾ നമ്മുടെ ഉത്തരം ഓപ്ഷൻ ഡി ആണ്, only 2 എന്നുള്ളതാണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ആദിത്യ L1 ദൗത്യത്തിൻ്റെ പ്രധാന ലക്ഷ്യങ്ങൾ ഇവയാണ്. ആദിത്യ L1 ദൗത്യത്തിൻ്റെ പ്രധാന ലക്ഷ്യങ്ങൾ ഇവയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിലൊന്ന് മാത്രമാണ് ശരിയായിട്ടുള്ളത്, only 1, സി. സോളാർ അറ്റ്മോസ്ഫിയറിക് ചലനാത്മകതയെക്കുറിച്ചുള്ള പഠനം. ക്രോമോസ്ഫിയറും കൊറോണയും. സോളാർ അപ്പർ അറ്റ്മോസ്ഫിയറിക് ചലനാത്മകതയെക്കുറിച്ചുള്ള പഠനമാണ് ആദിത്യ L1ൻ്റെ പ്രധാന ലക്ഷ്യം. അടുത്ത ക്വസ്റ്റ്യൻ, ദേശീയ ഹരിത ഹൈഡ്രജൻ ദൗത്യത്തെക്കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതൊക്കെയാണ് ശരി? ദേശീയ ഹരിത ഹൈഡ്രജൻ ദൗത്യത്തെക്കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരി. ഗ്രീൻ ഹൈഡ്രജൻ്റെയും അതിൻ്റെ ഡെറിവേറ്റീവുകളുടെയും ഉൽപ്പാദനത്തിനും ഉപയോഗത്തിനും കയറ്റുമതിക്കുമുള്ള ആഗോള കേന്ദ്രമായി ഇന്ത്യയെ മാറ്റുക. ശരിയാണ്. ദൗത്യം സമ്പദ്വ്യവസ്ഥയുടെ ഗണ്യമായ കാർബണൈസേഷനിലേക്കും ജലവൈദ്യുത പദ്ധതികളെ കൂടുതൽ ആശ്രയിക്കുന്നതിലേക്കും നയിക്കുക. തെറ്റാണ്. ശുദ്ധമായ ഊർജ്ജത്തിലൂടെ ആത്മനിർഭർ ആകാനുള്ള ഇന്ത്യയുടെ ലക്ഷ്യത്തിന് ഇത് സംഭാവന നൽകുകയും ആഗോള ശുദ്ധ പരിവർത്തനത്തിന് പ്രചോദനമാവുകയും ചെയ്യും. ഓപ്ഷൻ ബി ആണ് നമ്മുടെ ഉത്തരം. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതൊക്കെയാണ് ശരിയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. പരിസ്ഥിതി സംരക്ഷണ നിയമം 1986 നിലവിൽ വന്നു. ശരിയാണ്. 1980 വനസംരക്ഷണ നിയമം രാജ്യത്തെ വനങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി നിലവിൽ വന്നു. ശരിയാണ്. ദേശീയ ഹരിത ട്രൈബ്യൂണൽ ആക്ട് 2020 പ്രകാരം 18/10/2020 ദേശീയ ഹരിത ട്രൈബ്യൂണൽ സ്ഥാപിതമായി. തെറ്റാണ്. ഉത്തരം ഓപ്ഷൻ എ ആണ്, 1, 2. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതൊക്കെയാണ് ശരി? ശനിയുടെ ഉപഗ്രഹമായ മൂൺ മിമാസിനുള്ളിൽ അടുത്തിടെ രൂപം കൊണ്ട സമുദ്ര ശാസ്ത്രജ്ഞർ കണ്ടെത്തി. ശരിയാണ്. ശനിയുടെ ഉപഗ്രഹമായ മൂൺ മിമാസിനുള്ളിൽ അടുത്തിടെ രൂപം കൊണ്ട സമുദ്രം ശാസ്ത്രജ്ഞർ കണ്ടെത്തി. ശരിയാണ്. 3D പ്രിൻ്റർ യഥാർത്ഥ കാര്യം പോലെ പ്രവർത്തിക്കുന്ന മസ്തിഷ്ക കോശങ്ങളെ സൃഷ്ടിക്കുന്നു. തെറ്റാണ്. യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിൽ ദുബായിൽ നടന്ന UN കാലാവസ്ഥാ വ്യതിയാന സമ്മേളനം 2023 ഡിസംബർ 3 അവസാനിച്ചു. നമ്മുടെ 3D പ്രിൻ്റർ യഥാർത്ഥ കാര്യം പോലെ പ്രവർത്തിക്കുന്ന മസ്തിഷ്ക കോശങ്ങളെ സൃഷ്ടിക്കുന്നു എന്നുള്ളത് ശരിയാണ് കേട്ടോ. യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിൽ ദുബായിൽ നടന്ന കാലാവസ്ഥാ വ്യതിയാന സമ്മേളനം 2023 ഡിസംബർ 3 അവസാനിച്ചു. ഇതാണ് തെറ്റ്. ഓപ്ഷൻ സി ആണ് നമ്മുടെ ഉത്തരം.
അടുത്ത ക്വസ്റ്റ്യൻ ചൂസ് ദ കറക്റ്റ് ക്വസ്റ്റ്യൻ ടാഗ്. സംതിങ് ഹാപ്പൻ അറ്റ് ദ കോളേജ്. ഓപ്ഷൻ സി ഡിഡിൻ ഷീ ആണ് ഉത്തരം. ഓപ്ഷൻ സി ഡിഡിൻ ഷീ. പുട്ട് ഇൻ ദ കറക്റ്റ് പ്രിപ്പോസിഷൻ. ദ പ്രോഗ്രാം സ്റ്റാർട്ട് ഡാഷ് 8:15 AM. ദ പ്രോഗ്രാം സ്റ്റാർട്ട് ഡാഷ് 18:15 അറ്റ് 8:15 PM AM. അടുത്ത ക്വസ്റ്റ്യൻ ചൂസ് ദ കറക്റ്റ് ഓൾട്ടർനേറ്റീവ് ഫ്രം ദ ദോസ് ഗിവൻ as option. The principal dash to speak to you. The principal dash to speak to you wants to speak to you. അടുത്ത ക്വസ്റ്റ്യൻ turn the given sentence from active voice to passive voice. Specify which of the following answer is right. Mary opened the door. Mary opened the door. Answer എന്താണ്? The door was opened by Mary. Option B the door was opened by Mary. അടുത്ത ക്വസ്റ്റ്യൻ ഐഡൻറ്റിഫൈ ദ ടൈപ്പ് ഓഫ് സെൻറ്റൻസ്. വാട്ട് ഈസ് സൂപ്പർ ഷോ? വാട്ട് എ സൂപ്പർ ഷോ. ഓപ്ഷൻ ഡി ആണ് എക്സ്ക്ലമേറ്ററി സെൻറ്റൻസ് ആണ് ഉത്തരം. യൂസ് ആൻ അപ്രോപ്രിയേറ്റ് ആർട്ടിക്കിൾ. ഹി ഡിഡ് നോട്ട് ഗെറ്റ് ഡാഷ് ജോബ് ഹി അപ്ലൈഡ് ഫോർ. ഓപ്ഷൻ സി ആണ് ഹി ഡിഡ് നോട്ട് ഗെറ്റ് ദ ജോബ് അപ്ലൈഡ് ഫോർ. അടുത്ത ക്വസ്റ്റ്യൻ മൈക്കിൾ ഈസ് ഡാഷ് ദാൻ നടാഷ. മൈക്കിൾ ഈസ് ഡാഷ് ദാൻ നടാഷ ഓൾഡർ ദാൻ നടാഷ. അടുത്തത് ഐ ലുക്ക് ഫോർവേഡ് ഡാഷ് ഫ്രം യു. ഐ ലുക്ക് ഫോർവേഡ് ടു ഹിയറിംഗ് ഫ്രം യു. ഐ ലുക്ക് ഫോർവേഡ് ടു ഹിയറിംഗ്. ഓപ്ഷൻ സി ആണ് നമ്മുടെ ഉത്തരം. അടുത്ത ക്വസ്റ്റ്യൻ റിപ്പോർട്ട് ദ സെൻറ്റൻസ്. ജോഷുവ സെഡ് ടു മാം ഐ ഹാവ് ബീൻ ഹിയർ. ജോഷുവ സെഡ് ടു മാം ഐ ഹാവ് ബീൻ ഹിയർ. ഉത്തരം എന്താണ്? ഓപ്ഷൻ ഡി ആണ്. ജോഷുവ ടോൾഡ് മാം ദാറ്റ് ഹി ഹാഡ് ബീൻ ഡെയർ. ഹി ഹാഡ് ബീൻ ഡെയർ. അടുത്ത ക്വസ്റ്റ്യൻ ആണ് കംപ്ലീറ്റ് ദ ഗിവൻ സെൻറ്റൻസസ് യൂസിങ് എ സ്യൂട്ടബിൾ ഫ്രേസൽ വെർബ്. സ്യൂട്ടബിൾ ഫ്രേസൽ വെർബ് ചേർക്കണം. ഐ അറേഞ്ച്ഡ് ടു മീറ്റ് ടോണി ഇൻ ദ മാൾ യെസ്റ്റർഡേ ബട്ട് ഹി ഡിഡിൻറ്റ്. ഏതാണ് ഉത്തരം വരുന്നത്? ഓപ്ഷൻ ബി ആണ്. ടേൺ അപ്പ് ആണ് ഉത്തരം വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ ഫൈൻഡ് ദ സിനോണിം ഓഫ് ദ വേർഡ് അമിക്കബിൾ. അമിക്കബിളിൻ്റെ സിനോണിമാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ സി ഫ്രണ്ട്ലി. അടുത്ത ക്വസ്റ്റ്യൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് വേർഡ് ഈസ് ഓപ്പോസിറ്റ് ടു ദ വേർഡ് വിച്ച് ഓഫ് ദ ഫോളോയിങ് വേർഡ് ഈസ് ഓപ്പോസിറ്റ് ടു ദ വേർഡ് കോഷ്യസ്. ഏതാണ് ഉത്തരം വരുന്നത്? ഓപ്ഷൻ എ ആണ്. റെക്ലെസ് എന്നുള്ളതാണ് ഉത്തരം വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് കറക്റ്റ്ലി സ്പെൽറ്റ്. കറക്റ്റ്ലി സ്പെൽറ്റ് ആയിട്ടുള്ള വേർഡാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്. കാറ്റോസ്ട്രോഫ് എന്നുള്ളതാണ്. ഓപ്ഷൻ സി ആണ് ഉത്തരം. അടുത്ത ക്വസ്റ്റ്യൻ ഫൈൻഡ് വൺ വേർഡ് ഫോർ എ പേഴ്സൺ ഹൂ ഹാസ് നോ മണി. ഹൂ ഹാസ് നോ മണി. ഓപ്ഷൻ ഡി ആണ്. പോപ്പർ. ഓപ്ഷൻ ഡി. അടുത്ത ക്വസ്റ്റ്യൻ വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ദ ഐഡിയോമാറ്റിക് എക്സ്പ്രഷൻ റൗണ്ട് ദ കോർണർ. റൗണ്ട് ദ കോർണർ മീൻസ് ഓപ്ഷൻ എ ആണ്. വെരി നിയർ. അടുത്ത ക്വസ്റ്റ്യൻ ചൂസ് ദ കോമ്പൗണ്ട് വേർഡ് ഫ്രം ദ വേർഡ്സ് ഗിവൺ ബിലോ. ചൂസ് ദ കോമ്പൗണ്ട് വേർഡ് എന്താണ്? ഓപ്ഷൻ ബി ആണ്. ഹോൾ വേ. ഹോൾ വേ ആണ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ വാട്ട് ഈസ് എ ഫീമെയിൽ ടൈഗർ കോൾഡ്. വാട്ട് ഈസ് എ ഫീമെയിൽ ടൈഗർ കോൾഡ്? ഓപ്ഷൻ എ ആണ്. ടൈഗ്രസ്. അടുത്ത ക്വസ്റ്റ്യൻ എ പ്രിഫിക്സ് ഈസ് ലെറ്റർ ദാറ്റ് കം അറ്റ് ഡാഷ് ഓഫ് എ വേർഡ്. ഉത്തരം എന്താണ് വരുന്നത്? ഓപ്ഷൻ സി ആണ്. ബിഗിനിങ്. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ പ്രിപ്പയർ ദ ഡാഷ് ഓഫ് യുവർ റിസർച്ച് വർക്ക്. പ്രിപ്പയർ ഡാഷ് ഓഫ് യുവർ റിസർച്ച് വർക്ക് സൈനോപ്സിസ് എന്നാണ്. ഓപ്ഷൻ എ ആണ് ഉത്തരം. ക്വസ്റ്റ്യൻ താഴെ കൊടുത്തിരിക്കുന്നതിൽ ഒരു വാക്ക് മാത്രമേ ശരിയായി എഴുതിയിട്ടുള്ളൂ. അതേത്? താഴെ തന്നിരിക്കുന്നതിൽ ശരിയായി എഴുതിയിരിക്കുന്ന വാക്ക് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ ബി ആണ്. ലേഖകൻ. പൂജക ബഹുവചനത്തിന് ഉദാഹരണം. ഓപ്ഷൻ സി ഗുരുക്കൾ. 93 പുത്രൻ എന്ന പദത്തിൻ്റെ പര്യായ പദമല്ലാത്തത് ഏത്? പുത്രൻ എന്നതിൻ്റെ പര്യായ പദമല്ലാത്തത് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ ജനകൻ. ജനകൻ്റെ അർത്ഥം പിതാവാണ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ തീ പ്ലസ് കനൽ എന്നത് ചേർത്ത് എഴുതുമ്പോൾ എങ്ങനെ വരും? ഓപ്ഷൻ സി തീ കനൽ. രാജാവും ഋഷിയുമായവൻ ഒറ്റപ്പദമാക്കുക. രാജാവും ഋഷിയുമായവൻ രാജർഷി. അടുത്തത് സുധൻ എന്ന പദത്തിൻ്റെ സ്ത്രീലിംഗം എഴുതുക. സുധൻ എന്ന പദത്തിൻ്റെ സ്ത്രീലിംഗമാണ് സുധ. 800 എന്ന പദം പിരിച്ചെഴുതുക. 800 എന്ന പദം പിരിച്ചെഴുതുമ്പോൾ n + 100. അടുത്ത ക്വസ്റ്റ്യൻ കൂപമണ്ഡൂകം എന്ന ശൈലിയുടെ അർത്ഥം എന്ത്? കൂപമണ്ഡൂകം എന്താണ്? ലോകവിവരം ഇല്ലാത്തവൻ എന്നാണ് അർത്ഥം. കൂപമണ്ഡൂകം ലോകവിവരം ഇല്ലാത്തവൻ. മേഘം എന്ന അർത്ഥം വരുന്ന പദമേത്? മേഘം എന്ന അർത്ഥം വരുന്നത് ഓപ്ഷൻ ബി വാരിതം. ദൃഢം എന്ന പദത്തിൻ്റെ വിപരീത പദം. ദൃഢം എന്നതിൻ്റെ വിപരീത പദം ഓപ്ഷൻ ഡി ശിഥിലം.
അപ്പോൾ നമ്മൾ ഒരു സെറ്റ് ക്വസ്റ്റ്യൻ പേപ്പറും കൂടെ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. ഇതിന് മുമ്പുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ മസ്റ്റായിട്ടും കാണണം. കാരണം ഏത് ഭാഗത്തു നിന്നാണ് ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്ത് വന്നിരിക്കുന്നത് എന്നുള്ളത് നമുക്കറിയാം. അതുപോലെ ഈ മലയാളം, ഇംഗ്ലീഷൊക്കെ നിങ്ങൾ നല്ലതുപോലെ തന്നെ അങ്ങ് കാണാതെ പഠിച്ചോ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതൊക്കെ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആൻസ് വരുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് മാത്സിൻ്റെ സെഷൻ ഉടനെ തന്നെ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ക്ലാസ്സുകൾ കാണുക, നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഓൾ. ഹാവ് എ നൈസ് ഡേ.